കേരളത്തിലെ പുരുഷന്മാർ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നു. പരാതിക്കാരി 13 വയസ്സുകാരിയാണ്. പരാതി ഇതാണ്: തൻ്റെ സഹപാഠികളടക്കം 10 പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു 13 വയസ്സുകാരുടെ പരാതി. ഇതോടെ പോലീസ് സംവിധാനം ആകെ ഉണർന്നു പ്രവർത്തിച്ചു. കാരണം പോസ്കോ കേസാണ്. 13 വയസ്സുകാരിയായിട്ടുള്ള ഒരു 9ാം ക്ലാസ്സുകാരിയുടെ പരാതിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായാൽ അത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വേഗം ഈ 10 പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും 6 പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇനിയാണ് ഈ കേസിലെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടു. രണ്ടാമതായി പോലീസ് മെഡിക്കൽ പരിശോധന നടത്തി. ലൈംഗിക പീഡനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ പരിശോധന ആവശ്യമാണല്ലോ. അതിന്റെ ഭാഗമായി ഈ പെൺകുട്ടിയെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നായിരുന്നു വൈദ്യ പരിശോധന റിപ്പോർട്ട്. ഇനി മൂന്നാമത്തെ കാര്യം, പെൺകുട്ടി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. പോലീസിന് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്, മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. മെഡിക്കൽ പരിശോധന പെൺകുട്ടിക്ക് എതിരായിരുന്നു. ഇതോടെ പോലീസ് ആകെ കുരുങ്ങിപ്പോയി. മാത്രമല്ല, ഇവിടെ സംഭവിച്ച ഒരു കാര്യം, പെൺകുട്ടി പറഞ്ഞ ഒരു പ്രതിയെ പോലീസ് ആളുമാറി പിടിച്ചു. അതിലെ 2 സഹോദരന്മാരാണ്. അതിലെ ഒരു സഹോദരനെയാണ് പോലീസ് പിടിച്ചത്. ഇയാൾക്കാകട്ടെ ബൈപ്പാസ് കഴിഞ്ഞ് അയാൾ വിശ്രമത്തിലാണ്. അയാളെ പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത്, സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയത്, മറിച്ച് തന്നെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തൻ്റെ കാൽവെള്ളയിൽ മാരകമായ വിധത്തിൽ ചൂരൽ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു, 2 ചെവികളിലും കൂട്ടി അടിച്ചു, കവിളത്തടിച്ചു, മുടി പിടിച്ചു വലിച്ചു. അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായ ഇയാൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനുശേഷം പോലീസ് ഇയാളുടെ സഹോദരനെ ജിംനേഷ്യത്തിൽ നിന്ന് പിടികൂടി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 13കാരിയുടെ പരാതിയാണ്. പോലീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ ഊർജിതമാക്കുകയാണ് അന്വേഷണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മർദ്ദനം നടന്നത്. അത് നടന്നുകൂടാത്ത മർദ്ദനമാണ്. ആ പരാതിക്കാരന്റെ പരാതി അനുസരിച്ചാണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കൊണ്ടുപോയത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അവിടെ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസിനെതിരെ പരാതിയും നൽകിയിരിക്കുകയാണ്. 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഇവിടെ പെൺകുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു, മജിസ്ട്രേറ്റ് പരിശോധിച്ചു. എന്താണ് കാരണം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി സഹപാഠിയായ ഒരു ആൺകുട്ടിയോട് പ്രണയം അഭ്യർത്ഥിച്ചു. എന്നാൽ ആൺകുട്ടി ആ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. അതിന്റെ പകമൂലമാണ് ഈ പെൺകുട്ടി വായിൽ തോന്നിയ ഈ 10 പേരുടെ പേര് പോലീസിന് മുൻപാകെയും മജിസ്ട്രേറ്റിന് മുൻപാകെയും പറഞ്ഞത്. പക്ഷേ പോലീസ് ഇവിടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതെല്ലാം തന്നെ കള്ളമാണ് എന്ന് തെളിയുന്നത്. അതോടുകൂടി ഈ പ്രതികളെ മുഴുവൻ വെറുതെ വിടുന്ന ഒരു ഘട്ടത്തിൽ എത്തി. ഇപ്പോൾ ഈ കേസ് പോലീസ് കോടതിക്ക് മുന്നിൽ റെഫർ ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് കേരളത്തിലെ പുരുഷന്മാർ ഭീതിയിൽ കഴിയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഇനി നമുക്ക് വിശദമായി പറയാം. 2012 ജൂലൈ 10 കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ സർക്കാർ പോക്സോ കേസ് അല്ലെങ്കിൽ പോക്സോ നിയമം കൊണ്ടുവരുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമണം തടയുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിലെ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായിട്ടാണ് 2012 പോക്സോ നിയമം നിലവിൽ വരുന്നത്. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമം, അത് നിരവധിയാണ്. ആ ലൈംഗിക ആക്രമം ഉള്ളത് ശരീരത്തിൽ സ്പർശിച്ചാൽ, അതേപോലെ കൈകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം കൊണ്ടോ പുരുഷന്റെ ലൈംഗികാവയവത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചാൽ, അങ്ങനെ നിരവധി വകുപ്പുകളാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലുള്ളത് 2019 ആകുമ്പോഴേക്കും പോക്സോ നിയമം ഭേദഗതി ചെയ്തു, വധശിക്ഷ കൂടി ഉൾപ്പെടുത്തി. 2020 മാർച്ച് 9 വീണ്ടും ഈ നിയമം വലിയ തോതിൽ ഭേദഗതി ചെയ്തു. ഇതോടുകൂടിയാണ് കുട്ടികൾ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പുരുഷന്മാർ ഇരയാകുന്നത്. ഇനി 2025 നവംബറിൽ സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തി. അതായത് ഈ നിയമം, പോക്സോ നിയമം
വലിയ തോതിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്ത് വ്യാപകമായി ഇങ്ങനെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനം വിവാഹ മോചന കേസുകളിലാണ്. രണ്ടാമത് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു. മൂന്നാമത് പ്രതികാരം തീർക്കാനായി ഈ കുട്ടികളെ ഉപയോഗിച്ച് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു. മറ്റൊന്ന് സ്വത്ത് തർക്കങ്ങൾക്ക് ഇടയിൽ കുട്ടികളെ കൊണ്ട് ഉപയോഗിച്ച് ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുരുഷന്മാരെ ഈ കേസിൽ കുടുക്കുന്നു. ഈ കേസിൽ കുടുങ്ങി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു മാസത്തിനകം FIR ഇട്ട് പൂർത്തിയാക്കിക്കൊണ്ട് ഒരു വർഷത്തിനകം വിധി പറയണമെന്നുള്ളതാണ് ഇതിലെ 2020 വന്ന ഭേദഗതി. അതുകൊണ്ട് വളരെ വേഗമാണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കം ഉള്ള വളരെ അതിവേഗ കോടതികളാണ് ഈ കേസുകളിൽ വിധി പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാർക്ക് എതിരായിട്ടാണ് ഇതിലെ ബഹുഭൂരിപക്ഷം വകുപ്പുകളും. മാത്രമല്ല ഈ ഇവിടെ പ്രതി ചേർക്കപ്പെടുമ്പോൾ അയാളുടെ അറസ്റ്റ്, അത് സാമൂഹികമായിട്ടുള്ള കളങ്കം, അത് മാനസിക ആഘാതം, കേസ് പറയുമ്പോഴുള്ള സാമ്പത്തിക തകർച്ച, ഇതെല്ലാം തന്നെ പുരുഷന്മാരെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയായി പുറത്തിറങ്ങിയാലും അദ്ദേഹം ഈ കേസിൽ കുടുങ്ങിയ ആളാണ് എന്നുള്ള സമൂഹത്തിലെ പൊതുവായിട്ട് ഒരു കാഴ്ചപ്പാട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഏറ്റവും പുതിയൊരു ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് ഹോസ്ദുർഗിലുള്ള പവരാജക്കം ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ പോസ്കോ നിയമം ചുമത്തി. 3 കുട്ടികളെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. അദ്ദേഹം 60 ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത്. 3 വർഷത്തിന് ശേഷമാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്. ആ കേസിൽ ഈ അധ്യാപകൻ 3 കുട്ടികളെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കോടതി വളരെ കൃത്യമായി തന്നെ വിധി പുറപ്പെടുവിക്കുകയും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. എന്താണ് ഈ കേസിന് ആധാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്കൂളിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപകനായിട്ടുള്ള തെക്കിൽ സ്വദേശി ഗണേശൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാനേജ്മെന്റിനെതിരെ പരാതി നൽകിയിരുന്നു. ആ മാനേജ്മെന്റിനെതിരായിട്ടുള്ള പരാതിക്ക് എതിരായിട്ടാണ് ഇദ്ദേഹത്തെ ഈ നിയമത്തിൽ കുടുക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം 3 വർഷമാണ് ഈ കേസിന് പിന്നാലെ നടന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള അന്തസ്സ് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ 60 ദിവസത്തെ ജയിൽ ജീവിതമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ എത്രയോ പേർ, ഇത് 2-3 കേസുകളൊക്കെ ഈ വെറുതെ വിട്ടതിന്റെ മാധ്യമ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് മാധ്യമ ശ്രദ്ധയിൽ ഇതുപോലെ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അയാളുടെ പേരും അയാളുടെ വിലാസവും അയാളുടെ ഫോട്ടോയും സഹിതമാണ് വരുന്നത്. ഇനിയാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കേണ്ടത്. കേരളത്തിലെ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഭീതിയിൽ കഴിയുന്നത്, ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഭീതിയിൽ കഴിയുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചല്ലോ, ഈ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് വിവാഹ മോചന കേസുകളിലാണ് എന്ന്. കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹ മോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. 2025 ഹൈക്കോടതി വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട ഒരു വിവരമനുസരിച്ചാണെങ്കിൽ ഒരു വർഷം കേരളത്തിൽ 30,000 വിവാഹ മോചന ഹർജികൾ കൂടുന്നുണ്ട്. അതായത് ഒരു വർഷം കേരളത്തിൽ ശരാശരി രജിസ്റ്റർ ചെയ്യുന്ന വിവാഹ മോചന കേസുകളുടെ എണ്ണം 1,10,000 എന്നാണ് ഈ വിവരാവകാശ രേഖ, കഴിഞ്ഞ വർഷത്തെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ ഈ സുപ്രീം കോടതി പറഞ്ഞതുപോലെ പുരുഷനെതിരായിട്ട് വിവാഹ മോചന കേസുകളിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു പ്രതികാര നടപടിയാണ്. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വളരെ വേഗം വിവാഹമോചന കേസ് അനുവദിച്ചു കിട്ടാൻ വേണ്ടി, വിവാഹമോചനം ഏറ്റവും വേഗം ലഭിക്കാൻ വേണ്ടി എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് പോക്സോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പുരുഷന്മാർ ഭയക്കേണ്ടിയിരിക്കുന്നത്. വിവാഹമോചന കേസുകൾ കൂടുന്നു, അവിടെ തന്നെ ഈ പോക്സോ കേസിന്റെ എണ്ണവും കൂടുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ്. ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും ഏത് കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ഒരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എന്നേക്കുമായി ജയിലിൽ പോകുന്നു. അയാൾ എന്നേക്കുമായി ജീവപര്യന്തം പുറം ലോകം കാണാതെ ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ളതാണ് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് നിരവധി പുരുഷന്മാർ ഇത്തരത്തിൽ കേസിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. നമുക്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി എത്രയോ കേസുകൾ ഈ മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള പ്രതികാര ബുദ്ധിയായിരിക്കാം. നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്, പിതാവ് മകളെ ബലാത്സംഗം ചെയ്തു, നരാധമൻ എന്നൊക്കെ പറയുന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇത് നമുക്കറിയാമല്ലോ, കുട്ടികൾ എപ്പോഴും ഒരു 5-6 വയസ്സുവരെ എപ്പോഴും അമ്മയുടെ കസ്റ്റഡിയിലാണ്. അമ്മ പറയുന്നതനുസരിച്ചായിരിക്കും കുട്ടികൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പിതാവിന് എതിരായി ഇങ്ങനെ മോൻ അല്ലെങ്കിൽ മോൾ ഒന്ന് പോലീസിനോട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അത് പറയും. അവിടെ അറസ്റ്റിലാകുന്നത്, അവിടെ തകർന്നു പോകുന്നത് ഈ ഒരു പുരുഷ
പുരുഷന്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പുരുഷന്മാർ ഭയക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹ മോചന ഹർജികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതി പറഞ്ഞതുപോലെ പോക്സോ കേസ് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളാണ് ദുരുപയോഗം ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പുരുഷന്മാർ ഭയന്നേ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞ 13 വയസ്സുകാരി ഒന്ന് ഓർത്തു നോക്കുക. ആ 13 വയസ്സുകാരി പോലീസ് കൃത്യമായി ആ മൊഴി വിശദമായി പരിശോധിച്ചില്ല എങ്കിൽ, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ആ മൊഴി വന്നപ്പോൾ അതിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ 10 പേരുടെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ കുട്ടിയുടെ സഹപാഠികൾ പോലുമുണ്ട്. സഹപാഠികളാണ് ഏറെയും. 2 പേരാണ് പുറത്തുനിന്നുള്ളത്. അതിൽ സഹോദരന്മാരാണ്. 20 വയസ്സുകാരാണ് 2 സഹോദരന്മാരാണ്. അവരുടെ ഭാവി പോകും, ഈ പെൺകുട്ടി സഹപാഠിയുടെ ഭാവി പോകും. ഇങ്ങനെ പോലീസിന്റെ മുന്നിൽ ഒരു കേസ് വരുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കും. കാരണം നിയമം അങ്ങനെയാണ്. 1 വർഷത്തിനകം തന്നെ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അതിവേഗത്തിലായിരിക്കും നടപടികൾ കൈക്കൊള്ളുക. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഹോസ്ദുർഗിലെ നമ്മൾ ആ അനുഭവം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കേസ് വരുമ്പോൾ ആദ്യം പോലീസ് വൈകാരികമായി പ്രതികരിക്കാതെ ഇതിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് ഈ പരാതിക്കാരിയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. ഇവിടെ ആൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, സമാനമായ നിലയിൽ ആൺകുട്ടികളെയും പീഡിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാണോ പരാതി പറയുന്നത് ആ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സാന്നിധ്യത്തിൽ പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം വേണം നടപടിയിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ 100 കണക്കിന് പുരുഷന്മാരുടെ, നിരപരാധികളായിട്ടുള്ള പുരുഷന്മാരുടെ ജീവിതമായിരിക്കും ജയിലറയിൽ ഒടുങ്ങേണ്ടി വരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.